കോഴിക്കോട് ഓർക്കാട്ടേരിയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ഭർത്തൃ വീട്ടുകാരുടെ പീഡനമാണ് ഷബ്നയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് കുറ്റപത്രത്തിൽ പരാമർശം. ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, ഭർത്തൃ സഹോദരി, ഭർത്താവിൻ്റെ അമ്മാവൻ എന്നിവരാണ് ഇപ്പോൾ ഈ കേസിലെ പ്രതികൾ. അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ നൽകുന്നു കോഴിക്കോട് നിന്ന്. പറയൂ അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേരളത്തിൽ ഏറെ ഞെട്ടലോടെ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ ഷബ്നയുടെ ആത്മഹത്യ. 2023 ഡിസംബർ 4-നാണ് ഭർത്തൃവീട്ടിൽ ഷബ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെ ഷബ്നയുടെ വീട്ടുകാർ വലിയൊരു ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. തങ്ങളുടെ മകളുടെ മരണത്തിന് ഉത്തരവാദി ഈ ഭർത്തൃവീട്ടുകാരാണ് എന്നുള്ളൊരു ആരോപണമുണ്ടായി. പിന്നാലെ ചില സന്ദേശങ്ങൾ, അതായത് ഈ വീഡിയോ സന്ദേശങ്ങൾ, ഒപ്പം ചില വാട്സപ്പ് സന്ദേശങ്ങൾ, കൂടാതെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. 24 ആണ് ഈ ഒരു വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. ആ സംഭവത്തിന് പിന്നാലെ ഈ ഷബ്നയുടെ മരണത്തിലേക്ക് നയിച്ചത് ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഭർത്തൃവീട്ടുകാർ, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, ഭർത്തൃ സഹോദരി, ഒപ്പം ഭർത്താവിൻ്റെ അമ്മാവൻ, ഇവർ 4 പേരും ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് ഷബ്നയെ തള്ളിവിട്ടത് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. 78 പേജുള്ള കുറ്റപത്രത്തിൽ 38 സാക്ഷികളെയാണ് വിസ്തരിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിൽ കൃത്യമായി ഏത് സാഹചര്യത്തിലാണ് ഷബ്ന ആത്മഹത്യ ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. 120 പവനോളം സ്ത്രീധനമായി സ്വർണം വാങ്ങി നടത്തിയ ഒരു വിവാഹത്തിന് ശേഷം ഈ സ്വർണം തിരികെ ചോദിച്ചതാണ് ഈ ഭർത്തൃവീട്ടുകാരെ ചൊടിപ്പിച്ചത്. അതിൻ്റെ പേരിൽ നിരന്തരമായുള്ള ഭീഷണി, മർദ്ദനമൊക്കെ ഷബ്ന നേരിട്ടു എന്നുള്ള കാര്യം കൂടി ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഈ നിരന്തരമായ അപമാനം, പീഡനം, ഇതാണ് ആത്മഹത്യയിലേക്ക് ഷബ്നയെ എത്തിച്ചത് എന്നുള്ള കാര്യം കൂടി കുറ്റപത്രത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ വടകര DYSP ആണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു അഭിജിത്ത് മുഴക്കുന്ന്.